കൊച്ചനെ ഓട്ടം പോണല്ലോ. ഇതാരാ മാമനാ? എന്താടാ നിനക്കൊരു പുണ്യം? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കൊറേ നാളായാലോ കണ്ടിട്ട്. എടാ കൊച്ചനെ ഒരു ഓട്ടം പോണായിരുന്നില്ല. ഇല്ല മാമ, ഓട്ടം പോകൂല. അതെന്താണ്? മാമനെ കൊണ്ട് പോയിട്ട് കാര്യമില്ലെന്ന്. 5 പൈസയും കിട്ടൂല, മാമനോട് പോയിട്ട്. എടാ കൊച്ചനെ നിനക്കൊരു കാര്യം അറിയോ? നീയൊക്കെ ഈ സാധനം ഉരുട്ടാൻ തുടങ്ങുന്നതിന് മുമ്പേ ഉരുട്ടി തുടങ്ങിയ ആളാ ഞാൻ. അന്നൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് മൂന്നാറ് പോയാലേ അവിടുന്ന് അപ്പൊ തന്നെ അടുത്ത ഓട്ടം കയറി എനിക്ക്. എവിടെയാണെന്നറിയോ? എവിടെയാണ്? സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡിലേക്കാണ് ഓട്ടം. ഇതൊക്കെ മാമന്റെ ഒരു ഉടായ്പല്ലേ മാമ? ഉടായിപ്പൊന്നല്ലടാ കൊച്ചനെ, അന്നൊക്കെ നല്ല ഓട്ടാണ്. മൂന്നാറിൽ നിന്ന് ആൾക്കാർ കൈ കാണിച്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റിയിട്ട് ആൾക്കാർക്കത് ഭ്രാന്താ ഓട്ടോ. ആൾക്കാർക്ക് ഭ്രാന്തല്ല, ആൾക്കാർക്ക് മൂന്നാറിന്ന് സൗത്തിലോട്ട് വരണ്ടേ. അപ്പൊ ആ കറക്റ്റ് സമയത്താണ് ഞാൻ അവിടെ ചെന്നത്. പിന്നെ 5000 രൂപ കൊടുക്കുന്ന ആൾക്കാര് സൗത്തിലേക്ക് തന്നെയല്ലേ ഓട്ടോറിക്ഷയ്ക്ക്? 5000 രൂപ ഒന്നും ഇല്ലടാ കൊച്ചനെ അന്ന്. ഞാനൊക്കെ വണ്ടി കുത്തുന്ന സമയത്ത് അത്രയും റൈറ്റ് ഇല്ല ഇന്നത്തെ പോലെ. അന്ന് അത്ര രൂപ ഉണ്ടെങ്കിലും ഇന്നിപ്പോ ഇത്തരം പണത്തിന് മൂല്യമല്ലേ? അത് മൂല്യമുണ്ട്, പക്ഷെ അവര് തരാൻ തയ്യാറാണല്ലോ. പക്ഷെ എനിക്ക് ഓട്ടോ കിട്ടാല്ലേ. മാമന്റെ തള്ളൊക്കെ ഒരുപാട് ഞാൻ കേട്ടാണ്. ഇനി അങ്ങനെ നിർത്താൻ പാടില്ല. ഞാൻ പറയണത് ഇപ്പൊ തള്ളാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ല മാമ. കൊച്ചനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വിശ്വസിച്ചാ മതി. തള്ളിനൊക്കെ ഒരു പരിധിയില്ല മാമ. നിനക്കിപ്പോ ഓട്ടം പോകാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല മാമ. അത് കൊള്ളാലോ.